ഈ കാണുന്ന ചർച്ചാണ് കർണാടകയിലെ കാർക്കളക്കാരുടെ അട്ടൂർ ചർച്ച്, അതായത് സെൻറ്റ് ലോറൻസ് മൈനർ ബസിലിക്ക ചർച്ച്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്രമുള്ള പ്രശസ്തമായൊരു തീർത്ഥാടന കേന്ദ്രമാണിത്. 1759 മുൻപ് തന്നെ ഉണ്ടായിരുന്നൊരു ഇടവകയായിരുന്നു അട്ടൂർ ചർച്ച്. നിലവിൽ സ്ഥിതി ചെയ്യുന്ന ചർച്ചിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ അകലെയായിരുന്നു ആദ്യകാലത്ത് ഈ പള്ളി സ്ഥിതി ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ ഇവിടെ അട്ടൂർ ജാത്രയാണ്, അതായത് വാർഷിക പെരുന്നാൾ. ഈ കാഴ്ചകൾക്കൊപ്പം നമുക്ക് അട്ടൂർ ചർച്ചിൻ്റെ ചെറിയ ചരിത്രം കൂടി കേൾക്കാം. 1784 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിൽ ഈ പ്രദേശത്തെ ക്രിസ്ത്യാനികളെ ടിപ്പു സുൽത്താൻ തടവുകാരാക്കി. എന്നിട്ട് ശ്രീരംഗപട്ടണത്തിലേക്ക് കൊണ്ടുപോവുകയും പഴയ പള്ളി നശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് 1801 തടവിൽ നിന്നും മോചിതരായ വിശ്വാസികൾ ഒരു ഗോവൻ പുരോഹിതൻ്റെ നേതൃത്വത്തിൽ പുല്ലുമേഞ്ഞ ഒരു പള്ളി പണിതു. പഴയ ചർച്ച് ഉപയോഗശൂന്യമായതിനാൽ പുതിയൊരു സ്ഥലം കണ്ടെത്താനായി വിശ്വാസികൾ വിശുദ്ധ ലോറൻസിൻ്റെ ഒരു ചെറിയ മരപ്രതിമയുമായി യാത്ര തിരിച്ചു. പർപ്പാര കുന്നുകളുടെ താഴെ എത്തിയപ്പോൾ അവർ പ്രതിമ നിലത്ത് വെച്ച് വിശ്രമിക്കാനിരുന്നു. ഈ സ്ഥലത്ത് ഒരു നീരുറവ കണ്ടെത്തുകയും ക്ഷീണിതരായ അവർ നീരുറവയിലെ വെള്ളം കുടിച്ച് ദാഹം മാറ്റുകയും ചെയ്തു. പിന്നീട് ഈ നീരുറവ ഒരു അത്ഭുതക്കുളമായി മാറി. വിശ്രമം കഴിഞ്ഞ് പിന്നീട് യാത്ര തുടരാനായി പ്രതിമ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അത് അവിടെ തന്നെ ഉറച്ചുപോയി. ഇത് വിശുദ്ധൻ്റെ ആഗ്രഹമാണെന്ന് കരുതി ആ സ്ഥലത്ത്, അതായത് ഇന്നത്തെ അട്ടൂർ ചർച്ച് പണിയാൻ തീരുമാനിച്ചു. 2016 വത്തിക്കാൻ ഈ പള്ളിയെ മൈനർ ബസിലിക്കയായി ഉയർത്തി. തുടർന്ന് എല്ലാ വർഷവും ജനുവരി മാസത്തിൽ നടക്കുന്ന അട്ടൂർ ജാത്ര, അതായത് വാർഷിക പെരുന്നാൾ, ജാതിമത ഭേദമന്യേ 10,000-കണക്കിന് തീർത്ഥാടകരെ ആകർഷിക്കുന്നു. അട്ടൂർ ജാത്ര കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജനുവരിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നല്ല ജനത്തിരക്കുണ്ടാവും, അത് ശ്രദ്ധിക്കുക. കുട്ടികളെ കൊണ്ട് വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ട്രീറ്റ് ഫുഡുണ്ട്, ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. പിന്നെ നല്ല തിരക്കും ഉണ്ടാവും, അതും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ വണ്ടി കൊണ്ടൊക്കെ വരുന്നവരാണെങ്കിൽ അതിനുള്ള പാർക്കിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടുന്ന് കുറച്ച് നടക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് വരിക, ഓക്കെ. പിന്നെ പ്രോഗ്രാം ഇല്ലാത്തപ്പോഴും ചർച്ച് കാണാൻ അടിപൊളിയാണ്. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലത്താണ് ചർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. അപ്പം ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.